കൂട്ടത്തിൽപ്പെടും. വൈ യംസസ്ക യുസിബുക്ക, അങ്ങേങ്ങാനും ബാധിച്ചാൽ അള്ളാഹു അങ്ങേക്ക് കൊണ്ടുവന്നാൽ എന്നർത്ഥം. അള്ളാഹു ആണ്, അള്ളാഹു ബാധിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹു കൊണ്ടുവന്നാൽ ബിലുരി, അതായത് അള്ളാഹു ബാധിപ്പിച്ചാൽ ബിലുരി വല്ല പ്രയാസവും, ഫക്കരും ദാരിദ്ര്യം പോലെ, വമർദ്ദിൻ രോഗം പോലെ, ഫലാ കാശിഫ എന്ന് വെച്ചാൽ കശ്ഫ് നീക്കുന്നവനില്ല, അഥവാ റാഫിയ ഉയർത്തുന്നവനില്ല, ലഹു ആ പ്രയാസത്തെ ഉയർത്തുന്നവനില്ല, ഇല്ലാഹു അവനൊഴികെ, അള്ളാഹു ഒഴികെ. വഇയുരിദുക ബിഖൈർ, അള്ളാഹു അങ്ങേക്ക് എന്തെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ ഫലാ റാദ തട്ടിക്കളയുന്ന ഒരാളുമില്ല, ദാഫിയ ദഫ് ചെയ്യുന്നതിനെ പ്രതിരോധിക്കുന്ന, നന്മയെ പ്രതിരോധിക്കുന്ന ഒരാളുമില്ല, ലിഫളിഹി ഫലാ റാദ ലിഫി, അള്ളാഹു ചെയ്ത ഈ ഔദാര്യത്തെ തട്ടിക്കളയുന്ന പ്രതിരോധിക്കുന്ന ഒരാളുമില്ല. അല്ലതി എങ്ങനെയുള്ള ഫضലാണ്, അറാദക ബിഹി അള്ളാഹു അങ്ങേ ഉദ്ദേശിച്ചു ബിഹി ആ ഫضല് കൊണ്ട്. ഇപ്പോൾ അള്ളാഹു അങ്ങേക്ക് ഉദ്ദേശിച്ച ഫضലിനെ തട്ടിക്കളയുന്ന ഒരാളുമില്ല. യുസീബു ബിഹി ഐ ബിൽ ഖൈരി, ആ ഖൈറിനെ അള്ളാഹു ബാധിപ്പിക്കും, അഥവാ ആ ഖൈറിനെ അള്ളാഹു എത്തിച്ചു തരും. ആർക്ക്? മയ്യഷാവു അവൻ ഉദ്ദേശിച്ചവർക്ക്, മിനിബാദ് തൻ്റെ അടിമകൾ നിന്നു. വഹുവൽ ഗഫൂർ അവൻ ഏറെ പൊറുക്കുന്നവനും അർറഹീമു ഏറെ കരുണ കാണിക്കുന്നവനാണ്. കുൽ നബി അങ്ങ് പറയുക, അയ്യുന്നാസല്ലേ ജനങ്ങളെ, ഐ അഹ്ലമക്ക മക്കാനിവാസികളെ, ഖദിജാകുമുൽ ഹഖ്ഖു മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നും നിങ്ങൾക്ക് യാഥാർത്ഥ്യം വന്നിട്ടുണ്ട്, സത്യം വന്നിട്ടുണ്ട്. ഫമനിഹ്തദ ആരെങ്കിലും സന്മാർഗം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഫഇന്നമാ യഹ്തദി ലിനഫ്സി അവൻ്റെ നഫ്സിന് തന്നെയാണ് സന്മാർഗം ശ്രദ്ധിക്കുന്നത്. അതായത് അതിൻ്റെ ഗുണം, അതിൻ്റെ മുഴുവൻ പ്രോഫിറ്റും അല്ലേ, ആ ലാഭവും ഇവന് തന്നെയാണ്. വിശ്വസിച്ചുകൊണ്ട് അള്ളക്കല്ല മെച്ചം, നിനക്ക് തന്നെയാണ് മെച്ചം. ലിഅന്ന സവാബ ഇഹ്തിദാഇഹി ലഹു അല്ലേ, ലിഅന്ന സവാബ ഇഹ്തിദാഇ കാരണം അവൻ സന്മാർഗിയായതിൻ്റെ പ്രതിഫലം ലഹു അവന് തന്നെയുള്ളതാണ്. വമൻ ആരെങ്കിലും പിഴച്ചാൽ ഫഇന്നമാ യദില്ലു അലൈഹ അവൻ്റെ നഫ്സിനും എതിരെ തന്നെയാണ് അവൻ പിഴച്ചിരിക്കുന്നത്. അതായത് അന്ന വബാല വലാലഹി അവൻ്റെ വഴികേടിൻ്റെ പരിണിത ഫലം അലഹി അവൻ്റെ നഫ്സിന് മേൽ തന്നെയാണ്, വേറെ ആർക്കത്തില്ല. അള്ളക്ക് ഒരു കുഴപ്പമില്ല. ഒമാ അല്ലെങ്കിൽ എനിക്ക് നിബിതങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഒമാ അന അലൈക്കും ബി വക്കീൽ, ഞാനില്ല നിങ്ങളുടെ മേൽ ബി വക്കീൽ ഭരമേൽപ്പിക്കപ്പെട്ടവനൊന്നുമല്ല. എൻ്റെ നിങ്ങളുടെ പറഞ്ഞു തരിക എന്നുള്ള ഉത്തരവാദിത്തമുള്ളൂ, അല്ലാതെ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് എനിക്കൊന്നുമില്ല. അജിബറക്കും അലൽ അജിബിർക്കും എന്താണ് ഉജിബിർക്കും അലൽ ഹുദ, അങ്ങനെ വക്കീലാണെങ്കിലല്ലേ ഞാൻ നിങ്ങൾ എന്താക്കുക, ഉജിബിർക്കും അലൽ ഹുദ സന്മാർഗത്തിന് മേൽ ഞാൻ നിങ്ങൾ ഇജിബാർ നിർബന്ധിക്കുക. അങ്ങനെ നിർബന്ധിക്കൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ലാ ഇക്രാഹ് നിങ്ങൾ ഞാൻ നിർബന്ധിക്കൊന്നുമില്ല. നിങ്ങൾക്ക് സംഗതികളൊക്കെ പറഞ്ഞു തരും, ആണെങ്കിൽ വിശ്വസിക്കുക. ഒത്തബി അങ്ങ് പിൻപറ്റണേ, ആ യൂഹായിലേക്ക് അങ്ങയിലേക്ക് വഹിയായിട്ട് നൽകപ്പെട്ടതിനെ അങ്ങ് പിൻപറ്റണം. മിൻ റബ്ബിക്ക അങ്ങയുടെ റബ്ബിൽ നിന്നും, വസ്ബിർ അങ്ങ് ക്ഷമിക്കണം, അല ദാവത്തി ഈ പ്രബോധനത്തിന് മേൽ, പ്രബോധനം നടത്തും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അപ്പം ക്ഷമിച്ചിരിക്കുക. വാദാഹു അവരുടെ ഭാഗത്ത് നിന്ന് ബുദ്ധിമുട്ടുണ്ടാവും, അതിന് ക്ഷമിച്ചിരിക്കുക. ഹത്താ യഹ്കും അള്ളാഹു വിധിതീർപ്പുണ്ടാക്കുന്നവിടം വരെ ഫീഹിം അവരുടെ വിഷയത്തിൽ ബി അംരി അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ട്, ശിക്ഷ കൊണ്ടുള്ള കൽപ്പന. വഹുവ അവൻ ഖൈറുൽ ഹാക്കിമീൻ വിധികർത്താക്കളുടെ ഏറ്റവും ഉത്തമനാണ്, ആദലും അവരിൽ ഏറ്റവും നീതിമാനാണ്. വഖദ് സബറ അങ്ങനെ നബികൾ ശപിച്ചിട്ടുണ്ട്. ഹത്താ ഹക്കമ അലൽ മുശ്രിക്കീൻ അള്ളാഹു മുശ്രിക്കീങ്ങൾക്കെതിരിൽ വിധിക്കുന്നവിടം വരെ ബിൽ ഖിതാലി അവരോടുള്ള യുദ്ധം കൊണ്ട്. അങ്ങനെയാണ് അതിനുശേഷമാണ് യുദ്ധം കൊണ്ടുള്ള കൽപ്പനയൊക്കെ വന്നത്. അതുവരെ യുദ്ധം ചെയ്യാതെ അവരോട് സഹന സമാന മനസ്കരായിക്കൊണ്ട് നിലകൊള്ളാനായിരുന്നു വിശുദ്ധ ഇസ്ലാമിൻ്റെ അനുയായികളോടുള്ള വിശുദ്ധ ഇസ്ലാമിൻ്റെ നിർദ്ദേശം. പിന്നീടാണ് യുദ്ധം കൊണ്ടുള്ള കൽപ്പന ഉണ്ടായത്. അഹ്ൽ കിതാബ് ബിൽ ജിസിയ അഹ്ൽ കിതാബുകൾക്കെതിരെ വിധിക്കപ്പെട്ടു ബിൽ ജിസിയ കൊണ്ട്. അപ്പോൾ വേദക്കാരാണെങ്കിൽ അവർ മുസ്ലിങ്ങൾക്ക് കപ്പം നൽകാനും, മുശ്രിക്കീങ്ങളാണെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാനും അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുന്നതും വരെ ഇതേ സ്ഥിതിയായിരുന്നു. അള്ളാഹു ആലമു ബിമുറാദിഹി ബിദാലിക അള്ളാഹു ആകുന്നത് ആലമു അറിയുന്നവനാണ്, കൂടുതൽ അറിയുന്ന അവിടെ അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ കൂടുതലൊന്നും കുറവൊന്നും പറയണ്ട, കാരണം അള്ളക്കേ അറിയുള്ളൂ, അത്ര വെച്ചാൽ മതി അല്ലേ. അപ്പോൾ അലീം എന്ന അർത്ഥം അല്ലെങ്കിൽ ആലിം എന്ന അർത്ഥം വെക്കണം. അള്ളാഹ് അറിയുന്നവനാണ്, ബി മുറാദിഹി അള്ളാഹ് മാത്രമല്ല അറിയുന്നുള്ളൂ, ബി മുറാദിഹി തൻ്റെ ഉദ്ദേശം കൊണ്ട്, ബി ദാലിക അതിനെയും കൊണ്ടുള്ള ഈ അലിഫ്ലാം റാ എന്ന ബി മുറാദിഹി എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശം, ബി ദാലിക ഈ അലിഫ്ലാം റാ എന്നത് കൊണ്ടുള്ള ഉദ്ദേശത്തെ പറ്റി അള്ളയാണ് അറിയുന്നത്. അതാ എന്തായാലും ഇത് കിതാബ് ഈ കാണുന്ന ഇതുണ്ടല്ലോ, അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇറക്കി കൊടുത്തത്, അത് കിതാബിന് ഒരു ഗ്രന്ഥമാണ്. ഉഹ്കിമത്ത് എന്ന് വെച്ചാൽ ദൃഢപ്പെടുത്തപ്പെട്ടു, ആയാത്തുഹു അതിലെ ആയത്തുകളൊക്കെ ദൃഢീകരിക്കപ്പെട്ടു, ബലപ്പെടുത്തപ്പെട്ടു. ബി അജീബിൻ നളമി എന്ന് വെച്ചാൽ ഘടന എന്നാണ്, അജീബ് എന്ന് വെച്ചാൽ അത്ഭുതകരമായിട്ടുള്ള. അപ്പോൾ സിഫത്തിനെ മൗസൂഫിലേക്ക് ഇലാഫത്ത് ചെയ്താണ്. അപ്പം നളമുൻ അജീബ് എന്ന് വരും. നളമിൻ്റെ അർത്ഥം മൻലൂമിനാണ്, ഘടന വെക്കപ്പെട്ടതെന്ന്, ഘടിപ്പിക്കപ്പെട്ടതെന്ന് അർത്ഥം. അപ്പം അത്ഭുതകരമായ ഘടന വെപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ എന്താണ് അത്ഭുതകരമായ നളമ കൊണ്ട്, അത്ഭുതകരമായ ഘടന കൊണ്ട് അതിൻ്റെ ആയത്തുകൾ ദൃഢീകരിക്കപ്പെട്ടതാണ്, ബലപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥമാണിത്. പിന്നെ ബദീഇൽ മആനി, ബദി അറിയാമല്ലോ നമുക്ക്, ബലാഗയിലുള്ളതാണല്ലോ, ഒന്ന് മആനി, പിന്നെ ബയാന്, പിന്നെ ബദി എന്ന് വെച്ചാൽ അലങ്കാര ശാസ്ത്രമാണ്. അപ്പോൾ അൽ മആനി മഅനകൾ ബദി എന്ന് വെച്ചാൽ അലങ്കരിച്ച്. അപ്പം ഇതെന്താണ്, സിഫത്തിനെ മൗസൂഫിലേക്ക് ഇലാഫത്ത് ചെയ്തതാണ്. അലങ്കരിക്കപ്പെട്ടതായ ആശയങ്ങൾ കൊണ്ടും അത്ഭുതകരമായിട്ടുള്ള
ഘടന കൊണ്ടും അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ ബലപ്പെടുത്തപ്പെട്ട കിതാബാണിത്. സുമ്മ പിന്നെ ഫുസ്സിലത്ത് ഈ ആയത്തുകളൊക്കെ എന്തായി അല്ല സുമ്മ ഫുസ്സിലത്ത് പിന്നീട് ആ ആയത്തുകൾ വിശദീകരിക്കപ്പെട്ടു. അതാ ബുയ്യിനത്ത് അവകൾ വിശദീകരിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ബിൽ അഹ്കാമി ഹുക്കുമുകൾ കൊണ്ട്, വിധിവിലക്കുകൾ കൊണ്ട്, വൽ ഖിസസി കിസ്സകൾ കൊണ്ട്, കഥകൾ കൊണ്ട് പ്രവാചകന്മാരുടെയും മറ്റും, വൽ മവായിലി ഉപദേശങ്ങൾ കൊണ്ട്, മൊയിലത്തും ജമ്മും മവായിൽ അതൊക്കെ ഉണ്ട്. ആരുടെ അടുക്കൽ നിന്നും? മില്ലതുൻ അടുക്കൽ നിന്നും. മില്ലതിൻ്റെ അർത്ഥം അടുക്കൽ നിന്നും. ഹക്കീമിൻ ഹക്കീമായ ഒരുത്തൻ. ഹക്കീമത്തെ യുക്തിഭദ്രനായ. ഖബീർ എന്ന് വെച്ചാൽ നല്ല സൂക്ഷ്മജ്ഞാനിയായ സൂക്ഷ്മജ്ഞാനിയായ ഇല്ല. അതായത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നും. അതെന്താണ്? തഫ്സീൽ ചെയ്യപ്പെട്ടതാണ്, വിശദീകരിക്കപ്പെട്ടതാണ്. എന്താണ് സംഗതി വിശദീകരിക്കപ്പെട്ടത്? അഥവാ അല്ലെങ്കിൽ ആ ഫുസ്സിലത്ത് എന്നതിനോട് ബന്ധപ്പെടുത്തി നോക്കാം. എന്ന് വെച്ചാൽ ബി അൻ. അപ്പം ഫുസ്സിലത്ത് എന്നതിനോട് ബന്ധപ്പെടുത്തിയിട്ട് ബി അല്ലാ തഅബുദു എന്ന് അർത്ഥം വരും. ബി അല്ലാ തഅബുദു ഇല്ലല്ലാഹ്. ബി അല്ലാ തഅബുദു നിങ്ങൾ ആരാധിക്കരുത് എന്നതുകൊണ്ട്. ഇല്ലല്ലാഹ് അള്ളാഹുവിനെ ഒഴികെ. ഇന്നനി നിശ്ചയം ഞാൻ ലക്കും നിങ്ങൾക്ക് മിൻഹു അള്ളാഹുവിൻകൽ നിന്നുള്ള നദീർ മുന്നറിയിപ്പുകാരനാണ്. ബിൽ അദാബി ശിക്ഷ കൊണ്ട്. ഇൻ കഫർത്തും നിങ്ങൾ സത്യം നിഷേധിക്കുകയാണെങ്കിൽ. ബഷീർ എന്നാണ് നിർത്തുമ്പോൾ അല്ലെ. ബഷീർ സന്തോഷ വാർത്ത അറിയിക്കുന്ന, സന്തോഷ വർത്തമാനം അറിയിക്കുന്നവരുമാണ് ബിസവാബി പ്രതിഫലം കൊണ്ട്. ഇൻ ആമന്തും നിങ്ങൾ വിശ്വസിച്ചാൽ. അനിസ്തഗ്ഫിറൂ പിന്നെന്താണ് അതിനോട് അല്ലാത്ത അബുദൂ എന്ന് പറഞ്ഞില്ലേ, അതിനോട് അത്ഫ് ചെയ്തിട്ടാണ്. അനിസ്തഗ്ഫിറൂ നിങ്ങൾ പശ്ചാത്താപം അല്ലെങ്കിൽ നിങ്ങൾ പൊറുക്കലിനെ തേടാനും. ആരോട്? റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട്. അതിനൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇങ്ങനെ വന്നത് എന്ന്. മിന ഷിർക്കി എന്തിൽ നിന്നും പശ്ചാത്താപ പൊറുക്കലിനെ തേടാ? ഷിർക്കിൽ നിന്നും. കാരണം പലരും മുശ്രിക്കീങ്ങളായിട്ടുണ്ടാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ, ആ ഖുർആൻ ഇറങ്ങുന്ന അവതീർണതയുടെ വേളയിൽ. അപ്പം അവരൊക്കെ മുശ്രിക്കീങ്ങൾ പലരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ആ ഷിർക്കിൽ നിന്നും പാപമോചനം തേടാൻ വേണ്ടി റബ്ബിനോട്. സുമ്മ പിന്നീട് തൂബൂ നിങ്ങൾ എന്തിനും നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങാനും. ഇർജിഉ നിങ്ങൾ മടങ്ങാനും. ഇലൈഹി അള്ളാഹുങ്കലേക്ക്. എന്തുകൊണ്ട്? ബിത്താഅത്തി അള്ളാഹുവിന് വഴിപ്പെടൽ കൊണ്ട്. അങ്ങനെ മടങ്ങാനും. അങ്ങനെയെങ്കിൽ യുമത്തിഴക്കും അള്ളാഹ് നിങ്ങളെ സുഖിപ്പിക്കും. ഫി ദുനിയാവിൽ വെച്ച് മത്താൻ ഒരു സുഖിപ്പിക്കൽ. ഹസന നല്ലൊരു സുഖിപ്പിക്കൽ. നല്ല സുഖിപ്പിക്കൽ എന്ന് വെച്ചാൽ ഐഷ് തൊയ്യബ് എന്ന് വെച്ചാൽ അതും സിഫത്തിന് മൗസൂഫിലേക്ക് ഇലാഫത്ത് ചെയ്താണ്. അതായത് തൊയ്യബായ. തൊയ്യബ് എന്ന് വെച്ചാൽ നല്ല മെച്ചപ്പെട്ട നല്ല ജീവിതം കൊണ്ട്. പിന്നെ വസിഅത്തി റിസ്ക്. സിഅത്ത് എന്ന് വെച്ചാൽ വസിഅ യസഉ അല്ലെങ്കിൽ വസഅ സിഅത്ത് എന്നാണ്, മസ്തറാണ്. അപ്പം സിഅത്ത് വിശാലത, റിസ്ക് ഭക്ഷണം. റിസ്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം അതെല്ലാം അവശ്യ വസ്തുക്കൾ എന്ന് പറയും. അപ്പോൾ അവശ്യ വസ്തുക്കളുടെ വിശാലത കൊണ്ടും അതുപോലെ തന്നെ നല്ല ജീവിതം കൊണ്ടും അള്ളാഹു നിങ്ങളെ നല്ല സുഖിപ്പിക്കും ഇവിടെ ദുനിയാവിൽ. അള്ളാഹനെ അങ്ങനെയൊക്കെ ചെയ്താൽ, അള്ളാഹനെ വേണ്ട വിധത്തിലൊക്കെ ആരാധിക്കുകയൊക്കെ ചെയ്താൽ. ഇല അജലിൻ മുസമ്മ, പക്ഷേ കലാകാലമല്ല. ഇല അജലിൻ ഒരു അവധി വരെ, മുസമ്മൻ ഒരു പറയപ്പെട്ട, ഒരു പേര് പറയപ്പെട്ട അല്ലെങ്കിൽ ഒരു പറയപ്പെട്ട ഒരു നിശ്ചിത അവധി വരെയേ ആയിരിക്കും അതുണ്ടാവുക. വൽമൗത്ത് അതേതാണ് അവധി അവസാനിക്കുന്നത്? മരണമാണ്. പിന്നെ അങ്ങനെ ചെയ്താൽ പിന്നെ അത് മാത്രമല്ല, വയുത്തി അവൻ നൽകും. ഫിൽ ആഖിറത്തിൽ കുല്ല എല്ലാവർക്കും, കുല്ല ദീ ഫളിലുള്ള എന്താണ് ഫളിൽ ശ്രേഷ്ഠതയുള്ള എല്ലാവർക്കും നൽകും. ഫിൽ അമലി ശ്രേഷ്ഠത ഏത് വിഷയത്തിലുണ്ടാകുന്ന? അമലിൽ ശ്രേഷ്ഠതയുള്ള ആളുകൾ, അതായത് നല്ല അമലുകൾ ചെയ്ത, മോശം അമൽ ചെയ്തല്ല, നല്ല അമലുകൾ ചെയ്തവർക്കാണ് ശ്രേഷ്ഠത ഉണ്ടാവുക. അപ്പം ശ്രേഷ്ഠതയുള്ള എല്ലാവർക്കും അള്ളാഹ് നൽകും. ഫളിലഹു തൻ്റെ ഫളിനെ എന്ന് വെച്ചാൽ ജസാഹു അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം. ആർക്കുള്ള? അപ്പം ജസാഹു എന്നുള്ളത് അള്ളാഹുലേക്കും ആക്കാം, അല്ലെങ്കിൽ ആർക്കും ഈ അമൽ ചെയ്ത ആൾക്ക് ആക്കാം. അതായത് ഫളിലിനെ നൽകും. ഫളിലെന്ന് വെച്ചാൽ ജസാ പ്രതിഫലത്തെ നൽകും. വൈൻ തവല്ലോ, ഇനി നേരെ തിരിച്ച് അങ്ങനെയല്ല ചെയ്തത്. വൈൻ തവല്ലോ നല്ലുള്ളത് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ. ഫീഹി ആ വിഷയത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാതെ തിരിഞ്ഞു കളഞ്ഞാൽ. വൈൻ തവല്ലോ അങ്ങനെയല്ല. വൈൻ തവല്ലോ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ. ഫീഹി ഈ തവല്ലോ എന്ന പ്രയോഗത്തിലുണ്ട് ഹദ്ഫ് ഇഹ്ദത്ത ഐനി, രണ്ട് താവുകളിൽ നിന്നും ഒന്നിനെ കളയപ്പെടലുണ്ട്. കാരണം തതവല്ലു എന്നാണ് നമുക്കറിയാം. തതനസ്സലു അലൈഹി എന്താണ്? തനസ്സലുൽ മലായികത്തു എന്നുള്ള അവിടെ ശരിക്കും തതനസ്സലുൽ മലായികത്തു എന്നാണ് ഉണ്ടാവുക. അവിടെ തഫഅല വസ്നിൽ ഇങ്ങനെ വരുമ്പോൾ എന്താണ്? ഈ രണ്ട് താ വരുമ്പോൾ, ഒന്ന് മുളാറാത്തിൻ്റെ താവും മറ്റേ താവും കൂടെ വരുമ്പോൾ എന്താണ്? തഫഅല വസ്നിൻ്റെ തായും കൂടെ വരുമ്പോൾ ഒരു താനെ കളയാം. അതുകൊണ്ടാണ് ഇവിടെ തതവല്ലോ എന്നാണ് ശരിക്കും ഉണ്ടാവുക. അപ്പം ഒരു താനെ കളയൽ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ അതായത് തൊഴിലു നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ. അപ്പോൾ നിശ്ചയം ഞാൻ അഖാഫ് അലൈക്കും നിങ്ങളുടെ മേൽ പേടിക്കുന്നു. അദാബ ശിക്ഷ, യൗമിൻ ഒരു ദിവസത്തെ, കബീർ വലിയൊരു ശിക്ഷ.
അല്ല, കബീർ എന്ന് വെച്ചാൽ വലിയ ദിവസത്തെ ശിക്ഷ എന്നാണ്. യൗമിന്റെ സിഫത്താണ്. വലിയൊരു ദിവസത്തെ ശിക്ഷയെ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നു. അതേതാണ് ദിവസം? ഹുവ ഖിയാമ, അന്ത്യ ദിനമാണ്. ഇലല്ലാഹി, അള്ളാഹുലേക്ക് മാത്രമാണ്. അവിടെ ഹസർ ഉണ്ടാവും, മാത്രം നടത്തണം. മർജിക്കും, നിങ്ങളുടെ മടക്കം. വഹുവ, അവൻ അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിൻ്റെ മേൽ ഖദീർ, കഴിവുള്ളവനാണ്. വമിൻഹു, അവൻ്റെ ആ കഴിവിൽ പെട്ടതാണ് അസവാബ്, പ്രതിഫലം നൽകലും അല്ലാതെ ശിക്ഷിക്കലും ഒക്കെ. വനസല, ഇറങ്ങി. കമാ റവാഹുൽ ബുഖാരി, ബുഖാരി ഇമാമ് അതിനെ നിവേദനം ചെയ്യുന്ന പോലെ ആ സംഭവത്തെ എന്താണെന്ന് പറയുന്നിട്ട് പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നും ഫീമൻ, ഒരുത്തരുടെ വിഷയത്തിലാണ്. അപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും വഅൻ എന്ന് വേണോ, അൻ മതിയാവും, വേറെ മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നിന്നും അതുപോലെ തന്നെ ബുഖാരി ഇമാമും ഒക്കെ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലുള്ളതുപോലെ ഈ ആയത്ത്, ഇനി വരാൻ പോകുന്ന ആയത്ത് അതാണ് അതിൻ്റെ നസല എന്നുള്ളതിൻ്റെ ഫായില് ശേഷം വരുന്ന ആയത്താണ്. അപ്പോൾ അത് ഇറങ്ങിയത് ഫീമൻ, ഒരുത്തരുടെ വിഷയത്തിലായിരുന്നു. കാന, അവരായിരുന്നു യസ്തഹി, അവർ ലജ്ജിക്കുമായിരുന്നു, ലജ്ജയുള്ളവരായിരുന്നു. എന്തിന്? അയ്യത്തഹല്ല, മലമൂത്ര വിസർജനം ചെയ്യുന്നത്, മൂത്രിക്കുക, കാഷ്ടിക്കുക ഇത്യാദി കർമ്മങ്ങൾ ചെയ്യുന്നതിന് ലജ്ജിക്കുന്നവരായിരുന്നു. ഔ യുജാമി, അല്ലെങ്കിൽ എന്തിന്? ഔ യുജാമി എന്നാണ്, തങ്ങളുടെ ഭാര്യമാരുമായിട്ട് സംയോഗത്തിൽ ഏർപ്പെടുന്നതിനും തൊട്ടും ലജ്ജിക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെ അത്തഫിൻ്റെ ആണ്. യുഫ്ലി, അങ്ങനെ അത് കാരണത്താൽ, കാരണം എന്ന അർത്ഥം അവിടെ വരും. യുഫ്ലി, അങ്ങനെ അവർ രഹസ്യത്തെ ചേർക്കുക അല്ലെങ്കിൽ രഹസ്യത്തെ വെളിവാക്കുവോ എന്നും പേടിച്ചു. രഹസ്യത്തെ വെളിവാക്കലിനെ പേടിച്ചു. ഇപ്പോൾ അഫ്ല എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് രഹസ്യം വെളിവാക്കുക, അഫ്ല ഇലക്ക്, അതുപോലെ ചേർക്കുക എന്നും അർത്ഥമുണ്ട്. അപ്പം ഫയുഫ്ലീ ഇലസമ, അപ്പം ആകാശത്തിലേക്ക് തങ്ങളുടെ രഹസ്യത്തെ ചേർക്കലിനെയും അവരങ്ങനെ പേടിച്ചു. അതായത് അവർ മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ ഔറത്ത് വെളിവാകും, അവർ സംയോഗം ചെയ്യുമ്പോൾ അവരുടെ ഔറത്ത് വെളിവാകും. അപ്പോൾ അത് ആകാശത്തിലേക്ക് ആ രഹസ്യം എത്തൂലേ എന്നവർ പേടിച്ചു. അങ്ങനെയാണ് പറയുന്നത് ഈ ആയത്തിറങ്ങുന്നതിൻ്റെ പശ്ചാത്തലം. ഇത്തരം ഒരു വിഭാഗത്തിന് വരാം, അവർ മുസ്ലിങ്ങളിൽപ്പെട്ടവരാണ്. ഇനി വക്കീല മുനാഫിഖീങ്ങളുടെ വിഷയത്തിലാണ് അതിറങ്ങിയെന്നും ഒരു കൗലുണ്ട്. പ്രബലമല്ല, അങ്ങനെ ഒരു കൗലുണ്ട്. എന്തായാലും ആയത്തെന്താണ്? അല, അറിയണേ, ഇന്നഹും, നിശ്ചയം, അവർ യസ്നൂന സുദൂറഹും, അവർ ചുരുട്ടുന്നു, സുദൂറഹും, തങ്ങളുടെ നെഞ്ചുകളെ. എന്തിനു വേണ്ടി? യസ്തഖ്ഫു, അവർ ഒളിച്ചിരിക്കാൻ വേണ്ടി. മിൻഹു എന്ന് വെച്ചാൽ അവനിൽ നിന്നും, ഇല്ലാഹി, അതായത് അള്ളാഹുവിൽ നിന്നും ഒളിച്ചിരിക്കാൻ വേണ്ടി അവരുടെ നെഞ്ചുകളെ അവരെന്ത് ചെയ്യുന്നു? ചുരുട്ടുകയാണ്. യസ്നൂൻ, ചുരുട്ടുകയാണ്. അല, അറിയണേ, ഹീന യസ്തഗ്ശൂന സിയാബഹും, യസ്തഗ്ശൂന, അവർ മൂടുമ്പോൾ, സിയാബഹും, അവരുടെ വസ്ത്രങ്ങളെന്ന് വെച്ചാൽ അവരുടെ വസ്ത്രങ്ങളെയും കൊണ്ട് അവർ മൂടുമ്പോൾ, അഥവാ ഈ സിയാബഹും, ഇവിടെ യസ്തഗ്ശൂന സിയാബഹുവിൻ്റെ അർത്ഥം എന്താണ്? യതഗത്തൗന, അവർ മൂടുമ്പോൾ, ബിഹ, അവരുടെ വസ്ത്രങ്ങളെയും കൊണ്ട്. അതായത് അവരുടെ വസ്ത്രങ്ങളെ കൊണ്ട് എന്താ മൂടുന്നത്? അവരുടെ ശരീരങ്ങളെ മൂടുമ്പോൾ. യഅലമു തആല, അല്ലാഹു തആല അറിയുന്നുണ്ട്. മാ, ഒന്നിനെ, യുസിറൂന, അവർ മറച്ചു വെക്കുന്നത്, രഹസ്യമാക്കി വെക്കുന്നതിനെയും. വമാ യുഅ്ലിനൂൻ, വമാ, ഒന്നിനെയും, യുഅ്ലിന, അവർ പരസ്യമാക്കി വെക്കുന്നു അതിനെ. അപ്പോൾ അവർ രഹസ്യമാക്കി വെക്കുന്നതിനെ, അവർ പരസ്യമാക്കി വെക്കുന്നതിനൊക്കെ അള്ളാഹ് അറിയുന്നുണ്ട്. അത് ഓർക്കണം. അപ്പോൾ ഫലാ യുഗ്നി ഇസ്തിഖ്ഫാഉഹും, വസ്ലിന്റെ ഹംസയാണ് അങ്ങനെ വായിക്കുക. ഫലാ യുഗ്നി, അപ്പോൾ പര്യാപ്തമാവുകയില്ല, മതിയാവുകയില്ല എന്ന്. ഇസ്തിഖ്ഫാഉഹും, ഇവരുടെ ഈ മറച്ചു വെക്കാൻ അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കാനുള്ള ഇവരുടെ ഈ ശ്രമം ഒന്നും പോരാന്ന്. ഇവരുടെ ഈ ഒളിഞ്ഞിരിക്കാവുന്ന ശ്രമം ഒന്നും മതിയാവൂലാന്ന്. അതായത് എങ്ങനെയാണല്ലോ അള്ളാഹ് എല്ലാം അറിയും. അള്ളാഹ് അവർ മറച്ചിരിക്കുന്ന രഹസ്യ അതൊന്നും കാര്യമില്ലാന്ന്. ഹലായിന് പോകണം, ജിമാ ചെയ്യണമെങ്കിൽ ചെയ്യണം, അതൊന്നും ഒരു വലിയ സംഗതി ഒന്നും അല്ല എന്നുള്ളതിലാണ്. ഇന്നഹു, നിശ്ചയം, അല്ലാഹു തആല അലീം, അറിയുന്നവനാണ്, ശരിക്കറിയുന്നവനാണ്. ബിദാത്തി സുദൂർ, ഹൃദയത്തിലുള്ളതിനെയും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കറിയുന്നതാണ്. അപ്പം ദാത്ത് എന്ന് വെച്ചാൽ സാധനം, സുദൂർ ഹൃദയങ്ങൾ, അപ്പോൾ ഹൃദയങ്ങളുള്ള സാധനം, അതായത് ബിമാ ഫിൽ ഖുലൂബ്, ഹൃദയങ്ങളുള്ളതിനും കൊണ്ടല്ല അറിയുന്നത്.